ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിലെ മാത്സിൽ ഓൺലൈൻ ക്ലാസ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഏതാ നമ്മളെ പാഠം? വെൻ ഷേപ്പ് ജോയിൻ, രൂപങ്ങൾ ചേരുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ അഞ്ചാമത്തെ ഭാഗമാണ്, അഞ്ചാമത്തെ ക്ലാസ് ആണ് നമ്മൾ പറയുന്നത്. ടീച്ചറുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരമാണുള്ളത് അല്ലേ? ഇവിടൊക്കെ ചതുരമാണുള്ളത്. ഇവിടെ അതിനുള്ളിൽ ഈ കാണുന്നത് ചതുരമാണ്. ടീച്ചർ ഉണ്ടാക്കിയ ഈർക്കിളുകൾ ഉണ്ടാക്കിയ ചതുരമാണ്. അപ്പൊ ടീച്ചർ ഇന്ന് എന്തിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? ചതുരത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടാകുക അല്ലെ? അതിനുള്ളിൽ വേറെ ഷേപ്പ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചാണ്. ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളും ചതുരവുമാണ് ഇന്ന് കാര്യമായിട്ട് ഊന്നിയത് ചതുരമാണ്. അതിനുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കുന്ന രൂപം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പാഠത്തില് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ചതുരം എന്ന് പരിചയപ്പെടുത്തി തന്നു. പിന്നെ ടീച്ചർ ചതുരം വരക്കുന്നത് നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നു. ചതുരത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. ടീച്ചർ പറഞ്ഞു ഈ രണ്ട് എതിർവശങ്ങളും തുല്യമാണെന്ന് കാണിച്ചു തന്നിരുന്നു. അതിന് ടീച്ചർ ചെയ്തിരുന്ന ചതുര പേപ്പർ എടുത്തിട്ട് മടക്കി. എന്നിട്ട് നോക്കൂ, ഇതിന്റെ രണ്ട് ഭാഗം തുല്യല്ലേ അല്ലെ? അത് പുറത്തേക്കൊന്നും വരുന്നില്ല അല്ലെ? ഇനി നോക്കൂ, വേറെ രീതിയിൽ ടീച്ചർ മടക്കുകയാണ്. അത് മടക്കുമ്പോൾ എന്താണ്? തുല്യമാണ് എന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പൊ എങ്ങനെ മടക്കിയാലും ഒരു ചതുരത്തിന്റെ രണ്ട് ഭാഗങ്ങളും എതിർവശങ്ങൾ തുല്യമായിരിക്കുമെന്ന് ടീച്ചർ നമുക്ക് കാണിച്ചു തന്നിരുന്നു. ഓക്കെ, പിന്നെ ചതുരത്തിൽ കൂടി ട്രയാങ്കിൾ വരക്കുന്ന, ചതുരത്തെ ട്രയാങ്കിൾ ആക്കുന്ന രൂപമാണ് കാണിച്ചു തന്നിരുന്നത്. ഒരു സ്കെയിൽ എടുത്തിട്ട് നേരെ ക്രോസ് വരച്ചാൽ ഇത് ഒരു ട്രയാങ്കിൾ ആണ്, ഇത് ഒരു ട്രയാങ്കിൾ ആണ് അല്ലെ? രണ്ട് ട്രയാങ്കിൾ ആക്കി മാറ്റാം. അത് കീറിയാൽ എന്ത് ചെയ്യും? നമ്മൾ കട്ട് ചെയ്താൽ രണ്ട് ട്രയാങ്കിൾ കിട്ടും. അതുപോലെ തന്നെ വേറെ ഒരു ക്രോസ് വരച്ചാൽ വേറെയും ട്രയാങ്കിൾ കിട്ടും. ധാരാളം ട്രയാങ്കിൾ ഉണ്ടാക്കാം ഒരു ചതുരം കൊണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. പിന്നെ ചതുരവും അതുപോലെ തന്നെ ട്രയാങ്കിളും, ഇത് ചതുരമാണ്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഇത് ത്രികോണമാണ്. റെക്റ്റാങ്കിളും ട്രയാങ്കിളും ഉപയോഗിച്ച് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കാം എന്നും കാണിച്ചു തന്നിരുന്നു. നോക്കണം, ഇതും വേറെയും കുറെ രൂപങ്ങളുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഒരു ടീച്ചർ മോഡൽ കാണിച്ചു തന്നെന്ന് മാത്രം. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു തന്നിരുന്നത് ചതുരക്കട്ടയുടെ കാര്യമാണ്. ഒരു ചതുരക്കട്ടക്ക് എത്ര ഭാഗമുണ്ട് എന്ന് ടീച്ചർ കാണിച്ചു തന്നിരുന്നു. എത്ര ഭാഗമുണ്ട്? 6 ഭാഗങ്ങൾ, 6 മുഖങ്ങൾ, 6 ഫേസുകൾ ചതുരക്കട്ടകളുണ്ട് എന്ന് കാണിച്ചു തന്നു. ഓരോ ചതുരക്കട്ട എടുത്തിട്ട് ഇങ്ങനെ അക്കം ഇട്ടിട്ട് ടീച്ചർ നമ്മൾ കാണിച്ചു തന്നിരുന്നു. 6 മുഖങ്ങളാണ് ചതുരക്കട്ടക്ക് ഉള്ളത് എന്ന്. പിന്നെ ഒരു ചതുരക്കട്ട വരക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നിരുന്നു. ടീച്ചർ ഒരു ചതുരക്കട്ട വരക്കുന്ന രീതി കാണിച്ചു തന്നിരുന്നു. ചാർട്ട് പേപ്പറിൽ ആദ്യം ഒരു ചതുരം വരച്ചു, ഇനി കുറച്ച് താഴെയായിട്ട് വേറെ ചതുരം വരക്കുന്നു, എന്നിട്ട് യോജിപ്പിനെ കാണിച്ചു തന്നിരുന്നു. കൂട്ടുകാരെങ്ങനെ അത് നോക്കുക, എങ്ങനെ വരക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, ഇപ്പോൾ മനോഹരമായ ചതുരക്കട്ടയാ അല്ലെ? അപ്പൊ എങ്ങനെയാണ് അത് വരക്കുന്നത് ടീച്ചർ വ്യക്തമായി കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭാഗങ്ങളൊക്കെ കാണണം കേട്ടോ. കണ്ടതിന് ശേഷമായിരിക്കണം ടീച്ചർ ഇന്നത്തെ പറഞ്ഞ വർക്ക് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കില് 52-ാമത്തെ പേജിലെ വർക്കാണ് ഒന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നത്. ഒന്ന് വായിക്കാം. ത്രികോണവും ചതുരവും. ചതുരങ്ങളും ത്രികോണങ്ങളും ചേർത്ത് വെച്ച് അനുവും കൂട്ടുകാരും ഉണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ. ഇതവിടെ കുറച്ച് ട്രയാങ്കിൾസും കുറച്ച് റെക്റ്റാങ്കിൾസും ഒക്കെ ഉണ്ട്. നോക്കൂ, ഇതൊക്കെ അവരുണ്ടാക്കിയ രൂപങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനൊക്കെ നല്ല മനോഹരമായ കളർ കൊടുക്കുക കേട്ടോ. കളർ കൊടുത്തിട്ട് നിങ്ങൾ ടീച്ചർ കാണിച്ചു തരും. ഇമാതിരി കുറെ രൂപങ്ങൾ ടീച്ചർ കാണിച്ചു തരുന്ന ചെയ്തിരുന്നു നമുക്ക് അല്ലെ? 53-ാമത്തെ പേജിൽ തൊട്ട് താഴെ ട്രയാങ്കിൾസും റെക്റ്റാങ്കിൾസും ഉപയോഗിച്ച് ഉണ്ടാക്കിയ രൂപങ്ങളാണ് ഈ കാണുന്നത്. നമുക്കും ഇതുപോലെ വരക്കാം. ത്രികോണങ്ങളും ചതുരങ്ങളും വേണമല്ലോ. അവ ഗണിത ലാബിൽ നിന്നെടുക്കാം. ചേർത്ത് വെച്ച് വിവിധ രൂപങ്ങൾ വരക്കാമല്ലോ. ഇഷ്ടമുള്ള നിറങ്ങൾ കൊടുത്ത് ഭംഗിയാക്കാം, പ്രദർശിപ്പിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെ മലയാളമാണ്. ഇംഗ്ലീഷ് ട്രയാങ്കിൾ ആൻഡ് റെക്റ്റാങ്കിൾ. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് മെയ്ഡ് ബൈ അനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് യൂസിങ് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഓക്കെ, ഇതാണ് ആ രൂപങ്ങൾ. നിങ്ങളും നോട്ട്ബുക്കിൽ വരച്ച് കളർ കൊടുക്കുക, ഇതിലും കളർ കൊടുത്ത് കാണിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലെറ്റ്സ് us also draw like this. നമുക്ക് ഇതുപോലെ വരക്കാം. we need rectangles and triangles. നമുക്ക് റെക്റ്റാങ്കിൾസും ട്രയാങ്കിൾസും വേണം. we can take these shapes from the mathematics lab. ഗണിത ലാബിൽ നിന്ന് ഇതിന്റെ രൂപങ്ങൾ എടുത്ത് വേണമെങ്കിൽ വരക്കാം. we can use them to draw different shapes. എന്നിട്ട് വ്യത്യസ്ത രൂപങ്ങൾ വരക്കാം. give colors you like and exhibit them. നല്ല കളർ കൊടുത്തിട്ട് അത് പ്രദർശിപ്പിക്കുകയും ചെയ്യാം.
ഓക്കെ, ഇതായിരുന്നു ഒരു വർക്ക്. ഇനി മലയാളം മീഡിയത്തിൽ 55-ാമത്തെ പേജിൽ ഒരു വർക്ക് ഇതാ. റെക്ടാങ്കിൾസും അതുപോലെ തന്നെ ട്രയാങ്കിൾസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ, രസകരമായ കുറെ മോഡൽസ് വരച്ചതാണ് ടെക്സ്റ്റ് പുസ്തകത്തിലേക്ക് കാണുന്നത്. ഞാൻ ചേർത്ത് വെച്ചപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ ഈ കാര്യം കൂടി നിങ്ങൾ ടിക്ക് ചെയ്യണം. മൂലകൾ ചേർന്ന് നിന്നിട്ടുണ്ട് കോർണറിൽ. രൂപത്തിന്റെ വക്കുകൾ ചേർത്ത് നേരെ വരച്ചിട്ടുണ്ട്. ചേർത്ത് വെക്കുന്നതിന് ഒരു ക്രമം സ്വീകരിച്ചിട്ടുണ്ട്. ചേർത്ത് വെക്കുന്നതിന് ഒരു ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട്. ചിത്രം പൊതുവെ കാണാൻ ഭംഗിയുണ്ട്. 55-ാമത്തെ പേജിലെ വർക്കാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് മലയാളമാണ്. ഇംഗ്ലീഷ് ഇതാണ്. ഇംഗ്ലീഷിൽ താഴെ കൊടുത്തിട്ടുണ്ട് വെൻ ഐ പുട്ട് ടുഗദർ ഓർ ഡ്രോ. വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോർണേഴ്സ് ആർ ജോയിന്റ്. കോർണറൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. എഡ്ജസ് ഓഫ് ദി ഫിഗേഴ്സ് ആർ ഡ്രോൺ സ്ട്രൈറ്റ്. വക്കുകൾ കൃത്യമായിട്ട് വരച്ചിട്ടുണ്ട്. ദർ വാസ് എ പാറ്റേൺ ഇൻ ജോയിനിങ് ദി ഷേപ്സ്. ഒരു ക്രമം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ക്രമത്തിലാണല്ലോ ചെയ്തത്, അതുകൊണ്ടാണല്ലോ ഇത് രസകരമായിട്ട് വന്നത് അല്ലേ. അത് അതുപോലെ തന്നെ ഒരു പാറ്റേണും കട്ട്. ഇതിന്റെ ഈ മൂല തമ്മൊത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കിട്ടും. ഓക്കെ, പിന്നെ ഒരു വർക്ക് പറഞ്ഞത് പേജ് നമ്പർ 60 ഈർക്കിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ചുവടെ കൊടുത്തതുപോലെ ത്രികോണങ്ങളും ചതുരങ്ങളും ഉണ്ടാക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് അല്ലെ. നോക്കൂ, നമുക്ക് ചതുരവും ത്രികോണവും ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ഓക്കെ, ഈർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയ ഈ രൂപങ്ങൾ ഒരു ചാർട്ട് പേപ്പറിൽ ഭംഗിയായി ഒട്ടിച്ചു വെക്കാമല്ലോ. ഒരു ത്രികോണത്തിന് 3 വശങ്ങളാണുള്ളത്. നമ്മൾ പഠിച്ചതല്ല അത് അല്ലെ. 1 2 3 വശങ്ങളാണുള്ളത്. എന്നാൽ ഒരു ചതുരത്വം, അതായത് ഇതന്നെ ചതുരാണ്. എത്ര വശമുണ്ട്? 1 2 3 4. ചതുരത്തിൽ എത്ര വശമുണ്ട്? 4 വശം. ഈർക്കിൽ കഷ്ണങ്ങൾ ചേർത്ത് ഒരു വീട് കണ്ടോ. അത് ടീച്ചർ നമ്മൾ കാണിച്ചു തന്നിരുന്നു അല്ലെ. ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നല്ല രസകരമായ ഒരു വർക്ക്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഇങ്ങനെ ചാർട്ട് പേപ്പറിലൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിന്റെ ഇംഗ്ലീഷ് യൂസിങ് സ്റ്റിക്സ് മേക്ക് ട്രയാങ്കിൾസ് ആൻഡ് റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ. സ്റ്റിക്സ് പറഞ്ഞാൽ ഈർക്കിൽ കള്ളികൾ കേട്ടോ. നോക്കൂ, പേസ്റ്റ് ദ സ്റ്റിക്സ് നീറ്റ്ലി ഓൺ ദി ചാർട്ട് പേപ്പർ ടു മേക്ക് ഷേപ്സ്. നല്ല വൃത്തിയായിട്ട് ഒട്ടിക്കണേ. എ ട്രയാങ്കിൾ ഹാസ് 3 സൈഡ്സ്. ട്രയാങ്കിളിന് എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട്. 1 2 3. ഓക്കെ, എന്നാലോ ഹൗ മെനി സൈഡ്സ് ഡസ് എ റെക്ടാങ്കിൾ ഹാവ്? ഹൗ മെനി സൈഡ്സ്? 1 2 3 and 4. 4 സൈഡ്സ് ഹാവ്. ഓക്കെ, ഇനി ക്യാൻ യു സീ ദി ഹൗസ് മെയ്ഡ് വിത്ത് സ്റ്റിക്സ്? സ്റ്റിക്സ് കൊണ്ടുണ്ടാക്കിയ വീട് കണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ വർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്കെ ചെയ്ത് വൃത്തിയായി രസകരമായി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിലെ വർക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിരുന്നു. നമ്മളപ്പം ട്രയാങ്കിൾസ് പഠിച്ചു, സർക്കിൾ പഠിച്ചു, അതുപോലെ തന്നെ റെക്ടാങ്കിൾസും നമ്മൾ പഠിച്ചു. ഓക്കെ, ഈ ഷേപ്സുകളൊക്കെ ഉണ്ടാക്കുന്നതും വരക്കുന്നതും കളർ കൊടുക്കുന്നതും വ്യത്യസ്ത രൂപങ്ങൾ നിർമ്മിക്കുന്നതും ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതിന്റെ തുടർഭാഗങ്ങൾ നമുക്ക് ഇനി കിട്ടാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി. ഇതിന്റെ തുടർഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.